morning, sir. Yes, good morning. Okay, me, Jose. Good morning. All are Good morning, sir. Okay, Meera, good morning. Okay. Good morning, sir. Okay, Sri Lakshmi, Suzy, good morning. Yes. നമ്മുടെ ജനസംഖ്യ വളരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണല്ലോ നെമ്മി. All exited, sir. എല്ലാവരും എക്സിറ്റ് ചെയ്തു. ഇന്റേൺഷിപ്പ് എടുക്കാൻ കയറിയിട്ടുണ്ട്. അതിനൊന്നും യാതൊരുവിധ കുഴപ്പമില്ല നെമ്മി. യെസ്, ഒരാളുള്ളെങ്കിലും ഞാനിരിക്കും. ഞങ്ങൾ സ്ഥിരക്കാരുണ്ടല്ലോ സർ. എന്തോ ഞങ്ങൾ കുറച്ച് സ്ഥിരക്കാരുണ്ടല്ലോ. യെസ്, ഓക്കെ ഓക്കെ, അത് മതി. ഉണ്ടാവും. എന്തോ ഞങ്ങൾ ക്ലാസ് കഴിയണവരെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ആയിട്ട് ഒരു ദിവസമൊക്കെ ലീവ് എടുക്കേണ്ടി വരും. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. That we can understand it. Okay. ഈ മുംബൈ ഡിഫൻസിലോട്ട് ആളെടുക്കുമ്പോഴേ അതിന്റെ ഏറ്റവും വലിയ പോസ്റ്റ്, ഏറ്റവും വലിയ ഉയർന്ന പോസ്റ്റിലേക്ക് ആളെടുക്കും. അപ്പൊ ആളെടുക്കാന്ന് അതിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കടുകട്ടിയാണ്. ഭയങ്കര കടുകട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കടുകട്ടി. യെസ്. അപ്പൊ അതിൻ്റെ അകത്ത് ജയിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരൊരു 150 പേരെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഒരാളെയും. ആ ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ. ആ 150 പേര് സെലക്ട് ചെയ്യുന്ന ഒരാളാണ്. അത്രയും കഠിനമായിട്ടുള്ള ട്രെയിനിങ് അല്ല, ഈ ഇന്റർവ്യൂവും അതൊക്കെ ഒരാളെ ചിലപ്പോൾ 2 ആളെ സെലക്ട് ചെയ്യും. യെസ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഞാൻ പറയാം. നമ്മൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നേക്കാൾ മുമ്പ് നമ്മുടെ അച്ഛനും അമ്മയും കൂടി നമ്മൾ ഒരു മുദ്രപത്രത്തിൽ ഒരു സംഗതി എഴുതി കൊടുക്കും. വേറെ ഒന്നും വെച്ചാൽ ഈ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് യാതൊരുവിധ പരാതിയും ഇല്ലാന്ന് പറഞ്ഞ് ആദ്യം എഴുതി ഒപ്പിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കേട്ടുള്ളൂ. അത് ഞാൻ ചെയ്തപ്പോ ഒരു ഇന്റർവ്യൂ കഴിയും. അപ്പൊ ഇതിന്റെ ഇടക്ക് നല്ല ഫുഡൊക്കെ തരും. അവിടെ താമസിച്ചാണ് ഇന്റർവ്യൂ ഇട്ടാ, അല്ലാണ്ട് അവിടെ പുറത്തേക്ക് വിടൂല. അതൊക്കെ ഏരിയ പുറത്തേക്ക് തരും. ചിലപ്പോൾ 14 ദിവസം 15 ദിവസമൊക്കെ അവിടെ താമസിപ്പിക്കും. ചിലപ്പോൾ 1 മാസമൊക്കെ താമസിപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഫിസിക്കൽ ഉണ്ടാവും, അത് ഉണ്ടാവും. അതിൽ നിന്നപ്പോ ഓരോ ദിവസം കഴിയുന്നതോറും 2 or 3 പേര് വെച്ചിട്ട് കുറഞ്ഞിട്ടിരിക്കും. ആദ്യത്തെ ദിവസം 25 പേരുണ്ടെങ്കിൽ 2ാമത്തെ ദിവസം ആകുമ്പോൾ അത് 22 ഉണ്ടാവും. പിന്നത്തെ ദിവസം ചിലപ്പോൾ അതങ്ങനെ സെലക്ട് അവിടെ നമ്മൾ ഒബ്സർവേഷനിരിക്കുകയാണ്. അത് ഒഴിവാക്കി പോകും. ലാസ്റ്റ് അവര് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരാളെ കൊണ്ടുവന്നിട്ട് ഏറ്റവും ഒരു ഉൾവനത്തിൽ കൊണ്ടുവന്നയാളാണ്. എന്നിട്ട് പറയും ഇവിടെ നിന്നോളാൻ പറയും. ചിലപ്പോൾ ഒരു ലോഡ് ചെയ്ത ഗണ്ണ് കൊടുക്കും. പിന്നെ അവര് അവിടെ വരുന്നത് 3 or 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ആ കാട്ടില് ഈ ആള് എവിടെ ഉണ്ടെങ്കിലും അവര് അതൊന്ന് പിടിച്ച് അവരത് കൊണ്ടുപോകും. ജീവനോടെ ഉണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തിക്കൊള്ളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ നിങ്ങളും വിമാനം തകർന്ന് എവിടെയെങ്കിലും അകപ്പെട്ടാൽ ഏതെങ്കിലും ഒരു റിമോട്ട് അവിടെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. യെസ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആ അവശേഷിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഈ 10 പേരും യുവാക്ക ന്യൂക്ലിയസ് ആണ്. ഇതുപോലെ തന്നെയാണ് നേവിയിൽ ജോലി കിട്ടിയത്. അവര് ഇവിടെ നമ്മുടെ വെണ്ടുരുത്തി പാലത്തിന്റെ മുകളിൽ കൊണ്ടുവരും. അവിടെ വന്നിട്ട് അവരോട് പറയും ചാടാൻ പറയും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തല ഇറങ്ങും. കാരണം എന്താ പറയുക, വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ വെണ്ടുരുത്തി പാലത്തിന്റെ മുകളിൽ നിന്നാണ് പറയുന്നത് ചാടിക്കോളാൻ. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു കുട്ടി, അവൻ ചാടിയില്ല. അപ്പൊ ആ ഓഫീസിൽ ഒരു ചവിട്ടങ്ങൾ വെച്ചു കൊടുത്തു. അപ്പൊ ആ പയ്യൻ എന്ത് ചെയ്യുന്നു, എന്റെ മുകളിൽ നിന്ന് കറങ്ങി താഴെ വെള്ളത്തിലൊന്നും വീഴും. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ്. യെസ്. കുറെ വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോ ഇവരുടെ തന്നെ ഒരു ബോട്ടും നേവിയുടെ ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിൽപ്പുണ്ട്. വേറെ അവർ ചാടി ഇറങ്ങി പിടിച്ച് ബോട്ടിൽ കയറ്റും. പിറ്റേ ദിവസവും കൊണ്ടുവരും. ഇത് തന്നെ ചെയ്യും. അപ്പൊ അവര് മരിക്കാൻ സമ്മതിക്കൂല. അതിനുമ്പ് അവർ പൊക്കി എടുക്കും. യെസ്.
ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോ ഒരു പ്രതിസന്ധി, ഒരു വെള്ളം കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറക്കില്ല. ഓക്കെ, അങ്ങോട്ട് ചാടേന്നു. നമ്മുടെ മനസ്സിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗം. ഇനി നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരു കുട്ടി, നിങ്ങൾക്ക് അവരുടെ ക്യാരക്ടർ ശരിക്കും അറിയാം. ആ കുട്ടിക്ക് പോലീസിൽ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കും. ഒരു 52 ആഴ്ചയില് ട്രെയിനിങ്, 52x7, അപ്പൊ ഏകദേശം ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അവന്റെ സ്വഭാവത്തില്, ശരീരഘടനയില്, സംസാരത്തില് മൊത്തത്തിൽ മാറ്റമുണ്ട്. ഈ 52 ആഴ്ച കൊണ്ട് അവരെ മനസ്സിനെ വേറെ ലെവലിലോട്ട് മാറ്റിയാണ്. യെസ്, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ട്രെയിനിങ്. അതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു കുട്ടി പിന്നീട് പോലീസുകാരനായിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട്, ഇയാൾ പണ്ട് ഇങ്ങനെ വേറെ സ്റ്റൈലായിരുന്നല്ലോ, ഇപ്പൊ അതൊക്കെ മാറിയല്ലോ എന്ന് പറയും. യെസ്, അപ്പോ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉയർന്ന ഉദ്യോഗം കിട്ടി, നിങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ലെവലായിരിക്കുമോ? നിങ്ങൾക്ക് വേറെ ലെവലാവും. യെസ്, അപ്പൊ പഴയ നിമിഷയോ ഹീരയോ നിമ്മിയോ നാദൃശയോ ആയിരിക്കില്ല, പുതിയ ആളുകളായിട്ട് മാറും. യെസ്, ആ കാലഘട്ടത്തിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലും ഉണ്ടാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാലം മായ്ക്കാത്ത മുറിവുകൾ ഒന്നുമില്ല. യെസ്, അതൊക്കെ അതിലൂടെ പോകുന്നു. ഇപ്പൊ നമ്മുടെ തന്നെ എത്രയോ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരെ കുറിച്ച് നമ്മൾ ഓർത്തിട്ട് എത്രയോ നാളുകളായി. ശരിയല്ലേ? എത്രയോ നാളുകളെ നമ്മളൊന്ന് ഓർത്തിട്ട്. അവരോട് നമുക്ക് സ്നേഹക്കുറവ് ഉണ്ടായിരുന്നതുകൊണ്ടല്ല, മറിച്ച് അതിനുള്ള സമയം കിട്ടാല്ല. അല്ലാണ്ട് എന്നോട് പ്രശ്നങ്ങളുണ്ട്, ഇത് തീർത്തിട്ട് വേണ്ട അതിനെ കുറിച്ച് ആലോചിക്കാൻ. യെസ്, പിന്നെ വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ മറന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്ക് ഓർമ്മകളൊക്കെ വരും. അതാണ് പറയുന്നത്, മറവിടൻ മാറിടത്തിൽ മയങ്ങിക്കിടന്നാലും ഓർമ്മകൾ ഒഴിയെത്തി ഉണർത്തിയിരുന്നു. ഞാൻ പറഞ്ഞതല്ല, വയലാർ പറഞ്ഞത്. യെസ്, ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇപ്പൊ ഇന്ന് നമുക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടായിരുന്നോ ഹീരോ? ഒന്നും ഉണ്ടായില്ല. ഇല്ല സാർ, ഒന്നും പറഞ്ഞിട്ടില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ പറയുന്ന കാര്യം ഇതാണ്, 2 രീതിയിലുള്ള വിദ്യാഭ്യാസമാണ്. ഒന്ന് ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ, അടുത്തത് നമുക്കിപ്പോ തൽക്കാലത്തേക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായില്ല. ഇപ്പൊ സ്റ്റേറ്റിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രണ്ടിന്റെയും പഠിപ്പിക്കുന്ന രീതി രണ്ട് മോഡലാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്റ്റേറ്റ് സിലബസിലല്ല, CBSE സിലബസ്. ആ സ്കൂളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ഇന്നത് പഠിക്കുക, ഇന്നത് വരും, ഇന്നതേ വരും, കൃത്യമാണ്. അല്ലാണ്ട് വേറെ അവിടെ വിട്ടുപോകേണ്ട കാര്യമില്ല. ആ കറക്റ്റ് പഠിച്ചാൽ മതി, അത് തന്നെ പരീക്ഷയ്ക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ആ വശത്തുനിന്നേ പരീക്ഷയ്ക്ക് വരുള്ളൂ. അപ്പൊ വേറെ വിട്ടുപോകേണ്ട കാര്യമില്ല. യെസ്, അപ്പൊ അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതുന്നതാണോ, അതുമല്ല എങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റേറ്റ് സിലബസിൽ കാണുന്നത് പോലെ CBSE സിലബസ് ആണോ സ്റ്റേറ്റ് സിലബസ് ആണോ നല്ലതെന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലെ ചർച്ചാ വിഷയം. ഐ എഗ്രി വിത്ത് CBSE സിലബസ്, ഐ എഗ്രി വിത്ത് സ്റ്റേറ്റ് സിലബസ്. ബിക്കോസ് കാരണം പറയാം, നമുക്ക് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന പാഠത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഒരു സ്കൂളിൽ പോയ സംഭവം അത് പറയുന്നുണ്ടാവും. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് അതായിരിക്കില്ല. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് എന്തായിരിക്കും? നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ കണ്ട കാര്യങ്ങൾ എന്താണ്? യെസ്, ഓക്കെ 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 കുഞ്ഞു, അന്ന് നിങ്ങൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം വരുന്നത്. അതിനെ കുറിച്ച് എഴുതാൻ പറയും. അപ്പൊ നമുക്കത് പഠിച്ചുകൊണ്ട് പോയിട്ട് കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് പണ്ട് പറ്റുമായിരുന്നു,
ഇപ്പൊ സിലബസ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പോ ഈ സംഗതിയിലൊന്നും പറ്റില്ല. അപ്പൊ ഇതാണ് നല്ലത്, ഇതാണ് ശരി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെയൊക്കെ നേതാക്കന്മാര്, മന്ത്രിമാര്, MLA മാര്, ഇവിടെ ആരുടെയും മക്കളെ നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ കാണാറില്ല. ഇവിടെ ആരുടെയും മക്കളെ നമ്മളിവിടെ കാണാറില്ല, ഒരു സ്റ്റേറ്റ് സിലബസിൽ നമ്മൾ കാണാറില്ല. ഇവരുടെ ആരുടെയും മക്കളെ നമ്മൾ എവിടെ കാണാറില്ല, ഒരു ജാഥകളിലും കാണാറില്ല. യെസ്, നമുക്ക് പറ്റുന്ന ഇവിടെ ആരുടെയും മക്കളില്ല, ജാഥകളിലോ സമരം ചെയ്യാനോ ഒന്നും നമ്മൾ കാണാറില്ല. അത് വരുന്നത് ആരാണ്? ഈ സാധാരണക്കാരായ ആളുകൾ, ചിന്തിക്കാൻ പറ്റാതെ ഒരു വിവേകത്തിന്റെ പുറത്തല്ല, വികാരത്തിന്റെ പുറത്ത് എടുത്തു ചേർന്ന ആളുകൾ, അവരാണ് വന്നത്. യെസ്, നമ്മൾ ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ തല്ലുപിടിക്കും. പക്ഷെ ഇവരുടെ നേതാക്കന്മാർ അവിടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അവർ തമ്മിൽ നല്ല സ്നേഹവും വേണം. യെസ്, അതാണ് ഏറ്റവും ഒരു കോടതി വിധിയില് ഹൈക്കോടതി പറഞ്ഞ ഒബ്സർവേഷൻ അത്. ഉയർന്ന നേതാക്കന്മാരുടെ ഇടയിൽ കാണുന്ന സൗഹൃദം താഴെ തട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. യെസ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ ഏത് വിദ്യാഭ്യാസത്തെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് നിങ്ങളൊരു സംഗതി തിരിച്ചറിയുക. ഐ എഗ്രി വിത്ത് സ്റ്റേറ്റ് സിലബസ്, അല്ലെങ്കിൽ ഐ എഗ്രി വിത്ത് CBSE സിലബസ്. യെസ്, പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സ്റ്റേറ്റ് സിലബസിനേക്കാളും CBSE സിലബസിൽ പഠിച്ചിരുന്ന കുട്ടികൾ കുറച്ചുകൂടെയൊക്കെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് കാണാം. ഒരു കുട്ടി അവൻ ഷൂവ്, സോക്സ് ഒക്കെ ഇട്ടിട്ട് പോകണം. അപ്പൊ അവനോട് ചോദിച്ചു, ഈ നല്ല വേനൽ സമയമാണ്, ഈ വേനൽക്കാലത്ത് ഈ സംഗതിയൊക്കെ ഇട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലേ ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ശരിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഇത് അഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സുഖം. ഇതൊക്കെ അങ്ങനെ അഴിച്ച് അങ്ങോട്ട് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അത് വളരെ വലുതാണ്. യെസ്, പിന്നെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഡ്രസ് കോഡ് എപ്പോഴും അവന്റെ ഒരു മെന്റൽ പവറിനെ സ്വാധീനിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മുടി കുറവാണെങ്കിൽ അത് നിങ്ങൾ മാനസികമായിട്ട് എഫക്ട് ചെയ്യും. നിങ്ങൾക്ക് മുടി ഉണ്ടെങ്കിൽ, നിരനിരയായ പല്ലുകൾ ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്ന സംഗതിയില്ല. യെസ്, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു അത് കുറവായിട്ട് നമ്മുടെ മനസ്സിൽ കിട്ടുന്നുണ്ട്. യെസ്, ആ കുറവ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പല കാര്യങ്ങളും നമുക്ക് കാരണമാകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അടുത്ത ക്ലാസ്സിൽ ഐ എഗ്രി അല്ലെങ്കിൽ ഐ ഡിസഗ്രി, ഐ എഗ്രി വിത്ത് സ്റ്റേറ്റ് സിലബസ്, ഐ എഗ്രി വിത്ത് CBSE സിലബസ്, ഇതിനായിട്ട് കാരണങ്ങൾ പറയാം. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. യെസ്, ഇനി നമ്മൾ അതിൻ്റെ അകത്ത് അവശേഷിക്കുന്ന ഒരു ടെൻസ് കൂടി ഉള്ളൂ. നമ്മൾ ഏകദേശം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അതിൽ അവശേഷിക്കുന്നത് ഒരു ടെൻസ് കൂടി ഉള്ളൂ. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നുള്ള രീതിയിലാണ് ആ അർത്ഥം വരുന്നത്. അപ്പൊ സബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എഴുതുന്നു, പിന്നെ വെർബ്, പിന്നെ ഈസ്. യെസ്, അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറഞ്ഞത് എന്താണ്? അതിന്റെ തൊട്ട് മുമ്പിൽ വിൽ അല്ലെങ്കിൽ ഷാലിനോട് ചേർത്ത് കാണാം. കംപ്ലീറ്റ് ആയോ? സർ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല? അതെ. ഓക്കെ. അപ്പൊ അവിടെ നിൽക്കട്ടെ. യെസ്, അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ അടുത്ത കാര്യം പറയാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 ടെൻസുകളിലെ ഇംഗ്ലീഷിൽ ഏത് വാചകവും എഴുതാൻ പറ്റും. ആര് എന്ത് വാചകം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഈ 12 ടെൻസുകളിൽ പെട്ട വാചകം. യെസ്, അപ്പൊ എവിടെയും നിങ്ങളൊരു സെന്റൻസ് കാണുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇന്ന ടെൻസ് ആണ് എന്നുള്ള കാര്യം അറിയാം.
യെസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു വാചകം പറയാം, ആ സെന്റൻസ് ഒന്ന് എഴുതി, അത് കഴിഞ്ഞ ശേഷം ഞാൻ പറയാം. സ്നേക്ക് ഈസ് killed. 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 Okay. Very good. എഴുതി കഴിഞ്ഞാൽ സ്നേക്ക് ഈസ് കിൽഡ്. ഞാനിവിടെ ഹീരയോട് ചോദിക്കുകയാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള 12 ടെൻസില് ഏത് ടെൻസിൽ വരും ഈ സംഗതി? സ്നേക്ക് ഈസ് കിൽഡ്. നമ്മൾ പറഞ്ഞിട്ടുള്ള 12 ടെൻസില് ഏത് ടെൻസിൽ വരും ഈ സംഗതി? സിമ്പിൾ പാസ്റ്റിലാണെന്ന് പറയുന്നു. ഓക്കെ, ശ്രീലക്ഷ്മിയുടെ അഭിപ്രായം സിമ്പിൾ പാസ്റ്റ്. ഞാൻ അങ്ങോട്ട് പറയാം. ശ്രീലക്ഷ്മി, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് വരും, അതല്ലേ സിമ്പിൾ പാസ്റ്റ്? അപ്പൊ നമ്മളിവിടെ സ്നേക്ക് സബ്ജക്റ്റ് ആണ്, പിന്നെ കിൽഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഈസ് ഒന്ന് കിടക്കുന്നു. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഈസ് ആ മാറുന്നു വരില്ല. പക്ഷെ ഇവിടെ എന്തോ ഒന്ന് കിടപ്പുണ്ട്, ഒരു ഈസ് ഒന്ന് കിടപ്പുണ്ട്. അപ്പൊ സിമ്പിൾ പാസ്റ്റിനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഈസ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ട്രാൻസ്ലേഷൻ പറഞ്ഞ കറക്റ്റ് ആണ്. യെസ്. നമ്മൾ പറഞ്ഞിട്ടുള്ള സിമ്പിൾ പ്രസന്റ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ഇതിലോട്ട് ശ്രീലക്ഷ്മി വന്നോന്നുണ്ടെങ്കിൽ ഓക്കെ 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 നോക്ക് നോക്ക്. ഓക്കെ, യെസ് 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 യെസ്. ഓക്കെ ഓക്കെ, നിമി കറക്റ്റ് ആണ്. യെസ്, ആ വിഷയത്തിലൂടെ വരാം. സിമ്പിൾ പ്രസന്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ് പിന്നെ പറയേണ്ടത് ഏതാണ്? പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. അപ്പൊ അവിടെ സ്നേക്ക് ഉണ്ട്, കിൽ അല്ലെങ്കിൽ കിൽസ് എന്നാണെങ്കിൽ കറക്റ്റ് ആണ്. ഇവിടെ അർത്ഥം എന്താണ്? കില്ല വന്നെങ്കിൽ ഒന്നില്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും കിൽ എന്ന് പറയും. യെസ്. അപ്പൊ നമുക്ക് പറയാം സിമ്പിൾ പ്രസന്റിലും അത് വരില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള, പിന്നെ നമ്മൾ ഈസ് ആമാറ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ് കൂടെ ING. അങ്ങനെ പറ്റാം. ഇവിടെ ING ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞേക്കുന്ന സ്നേക്ക് ഈസ് കിൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തില്ല? ING ഇല്ല. ING ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് പറയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്നും പറയാനായിട്ട് സാധിക്കില്ല, ING ഇല്ല. യെസ്. അപ്പോ ഈ ഒരു സംഗതിയാണ് നമ്മൾ ഇന്നിവിടെ ഇനി കുറച്ച് 1-2 ക്ലാസ്സുകളിൽ നമ്മൾ നോക്കാനായിട്ട് പോകും. എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ 12 ടെൻസ് കൂടാതെയും ചില സമയത്ത് നമ്മൾ ചില വാചകങ്ങൾ കാണും, അല്ലെങ്കിൽ നമുക്ക് ചില വാചകങ്ങൾ നമുക്ക് പറയാം. യെസ്. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പാമ്പ് അവിടെ ആൾക്കാരവിടെ തല്ലി കൊന്നിട്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം സ്നേക്ക് കിൽസ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ പാമ്പ് വേറെ ആരെങ്കിലും കൊന്നേക്കും. പാമ്പ് വേറെ ആരെയും കൊന്നിട്ടില്ല, പാമ്പിനെയാണ് കൊന്നേക്കുന്നത്. അപ്പൊ അവിടെ പറയേണ്ടത് സ്നേക്ക് ഈസ് കിൽഡ് എന്നാണ്. അതാണ് കറക്റ്റ്. അതാണ് കറക്റ്റ്. സ്നേക്ക് കിൽസ് എന്ന് പറഞ്ഞാൽ പാമ്പ് വേറെ ആൾക്കാരെ കൊന്നേക്കും. അപ്പൊ പാമ്പിനെയാണ് കൊന്നത്. അപ്പൊ എന്ത് പറയണം? യെസ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടു, നമ്മൾ ചെന്ന് നോക്കി. യെസ്. നോക്കിക്കഴിഞ്ഞപ്പോ പരിചയമില്ലാത്ത ഒരാളോട് നിൽക്കണം. അപ്പൊ അയാളെ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന്റെ പേര് പറഞ്ഞു. പുള്ളിനെ കാണാൻ വന്നതാണ്. അപ്പൊ ഭർത്താവ് ആ സമയത്ത് കിച്ചണിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഭർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുന്നു. ചെന്നിട്ട് ഭർത്താവിനോട് പറയാണ്, നിങ്ങളെ വിളിക്കുന്നു. നിമ്മി ജോസെ ഇംഗ്ലീഷിൽ പറഞ്ഞേ, നിങ്ങളെ വിളിക്കുന്നു. ഭർത്താവിനെ നമുക്ക് വേണമെന്നെങ്കിൽ താങ്കൾ എന്നൊരു അർത്ഥത്തിൽ യു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ന് പറഞ്ഞാലും താങ്കൾ എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ ഒരർത്ഥം തന്നെ. മനസ്സിൽ നമ്മൾ ഒരു വിഷയം എന്താണ് പറയുന്നത്? യു എന്ന് പറഞ്ഞാൽ. അപ്പോ നിങ്ങളെ വിളിക്കുന്നു എങ്ങനെ പറയും നിമ്മി? ഓക്കെ, ആർക്ക് വേണമെങ്കിലും പറയും. കോളിംഗ് യു. യെസ്. കുറച്ചുകൂടി ഭംഗിയാക്കാം.
യെസ്. യു കോൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അപ്പോ ഭർത്താവിനോട് എന്ന് പറയാൻ യു കോൾ എന്ന് പറയുമ്പോ ഭർത്താവ് വിളിക്കുകയാണെന്നാവും. ഭർത്താവ് ആരെയും വിളിച്ചിട്ടില്ല, ഭർത്താവിനെയാണ് വിളിക്കുന്നത്. അത് കുഴപ്പമില്ല. ശ്രീഷ്മ കോൾ ഫോർ യു, ഹി ഈസ് കോളിങ് യു. ഓക്കെ 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 യെസ്. അത് നമുക്ക് കുഞ്ഞു പറഞ്ഞു ഹി ഈസ് കോളിങ്. അപ്പൊ നമുക്ക് വന്ന ആളെ അറിയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ നിങ്ങളെ വിളിക്കുന്നു. ആരാണ് വന്നിരിക്കുന്നത് നമുക്കറിയില്ല, നിങ്ങളെ വിളിക്കുന്നു. കോളിങ് യു. യെസ്. വേറൊരു രീതിയില് വേറൊരു രീതിയിൽ നമുക്ക് പറയാം യു ആർ കോൾഡ്. യു ആർ കോൾഡ്. ഇനി നിങ്ങളെ ആ വന്നേക്കുന്ന ആളെ നിങ്ങൾക്കറിയാം, അയാളുടെ പേര് രതീഷ് എന്നാണ്. ഇടയ്ക്ക് വരാനുള്ള ഭർത്താവിന്റെ യു ആർ കോൾഡ്. ഓക്കെ, കുഞ്ഞു ഇവിടെ വരാറുണ്ട്. അപ്പൊ യു ആർ കോൾഡ് ബൈ രതീഷ് എന്ന് പറയും. യു ആർ കോൾഡ് ബൈ യുവർ ഫാദർ. യു ആർ കോൾഡ് ബൈ, കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. യെസ്. അപ്പൊ യു കോൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, യു ആർ കോൾഡ് ആണ്. കാരണം ഭർത്താവ് ആരെയും വിളിച്ചിട്ടില്ല, ഭർത്താവിനെയാണ് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. അപ്പൊ ചില ഈ 12 ടെൻസുകളിൽ പെട്ട ചില വാചകങ്ങള് അത് വേണമെങ്കിൽ പാസീവ് വോയിസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് ടെൻസ് മറ്റേതാണ്, ആ ടെൻസിൽപ്പെട്ട വാചകത്തെ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിന് രാമൻ kills, KILLS, kills a snake. രാമൻ kills a snake. ഓക്കെ, ഞാനൊരു വാചകം എഴുതുന്നത് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് പോകാം. രാമൻ കിൽസ് എ സ്നേക്ക്. അപ്പൊ നിമിഷ, ഇത് ഏത് ടെൻസാന്ന് പറയാമോ? നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസ് ഏത് ടെൻസ് വരും എന്ന് പറയാം? രാമൻ കിൽസ് എ സ്നേക്ക് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് വരും? യെസ്, നാദിഷക്ക് പറയാമോ? അതല്ല ശ്രുതി. ഓക്കെ ശ്രുതി, കറക്റ്റ് ആണ്. നിമ്മി കറക്റ്റ് ആണ്. ഇത് വരുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ? സിമ്പിൾ പ്രസന്റ് ആണ്. രാമൻ സബ്ജക്റ്റ്, കിൽ പ്രസന്റൻസ് ആണ്. രാമൻ സിംഗുലർ ആയതുകൊണ്ട് എസും കൂടി ചേർത്ത് കിൽസ് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ രാമൻ കിൽസ് എ സ്നേക്ക്. രാമൻ ഒരു പാമ്പിനെ കൊല്ലാൻ. യെസ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പറയാം സിമ്പിൾ പ്രസന്റ് ആണ്. നമുക്ക് ഇതേ വാചകം തന്നെ വേറൊരു രീതിയിൽ നമുക്ക് പറയും. രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ളത് പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഓക്കെ നിമ്മി, അങ്ങനെ നമുക്ക് പറയാം. രണ്ട് സെയിം അല്ലേ? യെസ്. അപ്പൊ രാമൻ പാമ്പിനെ കൊന്നു എന്നതിന് പകരം പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. യെസ്, അങ്ങനെ പറയാം. ഇതാണ് നമ്മൾ പറഞ്ഞ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ആദ്യം. അപ്പൊ ടെൻസ് നോക്കിക്കഴിഞ്ഞപ്പോ ഈ വാചകത്തിന്റെ ആദ്യം ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമ്മൾ മാറ്റുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് ഞാൻ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതണം. പ്രസന്റ് ടെൻസ് അല്ല, പാസ്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയും എഴുതിയെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവും. അപ്പൊ ആദ്യം ടെൻസ് ഏതാണെന്ന് നോക്കി. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലായി. തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുകൊണ്ട് ഓക്കെ, അപ്പൊ നമുക്ക്
താഴെ അതിന്റെ ഒരു റൂള് നമ്മൾ എഴുതി വെക്കണം. ഇനി താഴെ എഴുതിയിട്ടു ഒബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അപ്പൊ ഈസ് ഒരു സ്ലാഷ്, ആം ഒരു സ്ലാഷ്, ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് വി. വെർബ് എന്നുള്ളൊരു ഷോർട്ട് ഫോം ആയിട്ട് വി എന്നുണ്ട്, പി. ആ വി എഴുതിയിട്ട് ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അല്ലെങ്കിൽ PP എന്ന് എഴുതാറുണ്ട്, V3 എന്ന് എഴുതിയാലും സെയിം ആണ്. V3 എന്നോ PP എന്ന്. ഓക്കെ, റെഡിയായി. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ രാമ കിൽസ് എ സ്നേക്ക് എന്ന് പറയുന്ന വാചകത്തിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഒരു ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ആരെ അല്ലെങ്കിൽ എന്ത്. You can ask two questions, whom or what. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ആൻസർ ആയിരിക്കും ഓബ്ജക്റ്റ്. വേറെ പല ചോദ്യങ്ങളിൽ അത് ആൻസർ അതൊന്നും ഓബ്ജക്റ്റ് അല്ല. Two questions, whom or what. ആ ചോദ്യങ്ങളുടെ ആൻസർ ആണ് എപ്പോഴും ഓബ്ജക്റ്റ്. വേറെ എക്സാമ്പിൾ പറയാം. രാമ കിൽസ് എ സ്നേക്ക് നമ്മൾ എഴുതിയില്ലേ? അപ്പൊ കിൽസ് കൊല്ലുക എന്നോട് ചോദിക്കുക, എന്തിനാണ് കൊല്ലുന്നത്? കറക്റ്റ് ആൻസർ ഉണ്ട്, എ സ്നേക്ക്. എ സ്നേക്ക്, ഒരു പാമ്പിന്. യെസ്. ഇനി രാമ കിൽസ് എ സ്നേക്ക് അറ്റ് 10 o'clock എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും 10 o'clock എടുത്ത് ഒബ്ജക്റ്റ് ആക്കാൻ പറ്റും? ഒബ്ജക്റ്റ് ആക്കാൻ പറ്റില്ല. എപ്പോഴാണ് കൊല്ലുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് 10 o'clock എന്ന് പറയാൻ പറ്റുള്ളൂ. എപ്പോൾ എന്നുള്ളതിന്റെ ആൻസർ ഒബ്ജക്റ്റ് അല്ല. രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം മാത്രമേ ഒബ്ജക്റ്റ് ആവുള്ളൂ. ഏത്? വാട്ട് ആൻഡ് ഹൂ. എന്തിനെ കൊല്ലുന്നു? പാമ്പിനെ കൊല്ലുന്നു. അപ്പൊ പാമ്പ്, ഒരു പാമ്പ്, അതാണ് ഒബ്ജക്റ്റ്. അത് നമ്മൾ ആദ്യം എടുത്ത് കഴിയും, എ സ്നേക്ക്. ഓക്കെ, ഒബ്ജക്റ്റ് കിട്ടി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. എ സ്നേക്ക് എന്നല്ല പറഞ്ഞേക്കണേ. അപ്പൊ എന്ത് വേണം? ഈസ് മതി. സ്നേക്സ് ഇല്ല, സ്നേക്ക് ഉള്ളൂ. അപ്പൊ എ സ്നേക്ക് ഈസ്. പിന്നെ എന്ത് വേണം? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടുത്തെ വെർബ് ഏതാണ്? കിൽ എന്നുള്ളതല്ലേ. അതിന്റെ മൂന്നാമത്തെ ഫോം എന്താണ്? കിൽ. എ സ്നേക്ക് ഈസ് കിൽ. ഇനി ഇതിനകത്ത് ഒരു അവശേഷിക്കുന്ന ഒരാളുണ്ട്. ആരാണ്? രാമൻ. അതുകൂടി എഴുതിയിട്ട് അത് എഴുതുന്നത് തൊട്ട് മുമ്പ് ഒരു ബൈ കൂടി ചേർക്കും. അപ്പൊ എന്ത് വരും? എ സ്നേക്ക് ഈസ് കിൽഡ് ബൈ രാമ. അപ്പൊ എവിടെയെങ്കിലും എ സ്നേക്ക് ഈസ് കിൽഡ് ബൈ രാമ, എ ഈസ് കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ എങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുന്നതാണ്? പാസീവ് വോയിസ് ആയിട്ട് മാറ്റി എഴുതിയിരിക്കുന്നതാണ്. അപ്പോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും? 12 ടെൻസിലെ ഇംഗ്ലീഷ് വാചകം വരികയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് ആ 12 അല്ലാത്ത വേറെ മോഡൽ കാണുന്നു എന്ന് ചിന്തിക്കില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലായി ഇതിന്റെ ബേസ് ഫോം എടുക്കുന്നത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ആ വാചകത്തെ ഒന്ന് പാസീവ് വോയിസ് ആക്കി മാറ്റി നമ്മൾ മലയാളത്തിൽ കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം എന്നൊക്കെ പറയുന്നത് ആ സംഗതി തന്നെ. പാസീവ് വോയിസ് ആക്കി മാറ്റി എഴുതിയപ്പോഴാണ് ഈ രീതിയിൽ വന്നത്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരാൻ കാരണം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നതാണ് എ സ്നേക്ക് ഈസ് കിൽഡ് ബൈ രാമ. യെസ്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ്? ടെൻസ് അറിയണം. ടെൻസ് അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിലാണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. ആ ടെൻസ് മാറി വേറെ ടെൻസ് ആയാൽ വേറെ രീതിയാണ്. അതും മാറി വേറെ ടെൻസ് ആണെങ്കിൽ വേറെയാണ്. ഓരോ ടെൻസ് മാറുന്നതനുസരിച്ച് അതിന്റെ പാസീവ് വോയിസിന്റെ രീതി മാറിപ്പോയി. അപ്പൊ ഇവിടെ നമ്മളിപ്പോ വിശദമായിട്ടൊന്നും പോകുന്നില്ല. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അടുത്തത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാമൻ എന്നുള്ള വാചകത്തിൽ നമ്മൾ ബൈ ചേർത്ത് അടിയിലെഴുതി. അപ്പൊ അവിടെ ഒരു പേരായതുകൊണ്ട് ബൈ എന്ന് എഴുതിയ കുഴപ്പമില്ല, രാമൻ എന്ന് എഴുതിയ കുഴപ്പമില്ല. ഇപ്പൊ രാമന് പകരം അവിടെ ഐ എന്നാണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ പാസീവ് വോയിസ് വൈ എന്നുള്ളത് മീ എന്ന് മാറ്റും. ഐ എന്താക്കണം? മീ എന്ന് മാറ്റും. ഇനി
ഐ എന്നുള്ളതിന് പകരം വി എന്നാണ് WEV. വി എന്നാണെങ്കിൽ എന്തായി മാറ്റണം? അസ് എന്ന് മാറ്റണം. വെരി ഗുഡ് ശ്രുതി, അസ് എന്ന് മാറ്റിയേക്കണം. യെസ്, അവിടെ ഹി എന്നാണെങ്കിൽ എന്ത് മാറ്റണം? ഹിം എന്നൊന്ന് മാറ്റിയേക്കണം. അവിടെ ഷീ എന്നാണെങ്കിൽ എന്ത് മാറ്റിയേക്കണം? ഹർ എന്നൊന്ന് മാറ്റിയേക്കണം. അവിടെ ദേ എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ദം എന്നൊന്ന് മാറ്റിയേക്കണം. യു എന്നാണെങ്കിലോ മാറ്റേണ്ട, അത് തന്നെ എഴുതിയാൽ. അത്രയും കാര്യങ്ങളും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. ഒന്നുകൂടി പറയാം. ഐ എന്നാണെങ്കിൽ അതെന്താവും? മീ എന്നാവും. വി ആണെങ്കിൽ എന്താവും? അസാവും. ദേ ആണെങ്കിൽ എന്താവും? ദമ്മാവും. ഹി ആണെങ്കിൽ എന്താവും? ഹിമ്മാവും. ഷീ ആണെങ്കിൽ എന്താവും? ഹെറാവും. ഇങ്ങനെ ചില മാറ്റങ്ങൾ കൂടി വരുമെന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചാൽ മതി. യെസ്, ഇപ്പൊ നമുക്ക് അടുത്തൊരു വാചകം പറയാം. യെസ്, എഴുതിക്കോളൂ. They teach me English. They teach me English. Okay. They teach me English. Okay. ഒരു വാചകം ഞാനിവിടെ എഴുതുന്നത്. They teach me English. ശ്രീലക്ഷ്മി, ഇത് ഏതാ ടെൻസ്? സിമ്പിൾ പെർഫെക്റ്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണോ എന്ന് ചോദിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്കറിയാം ഓബ്ജക്റ്റ് എഴുതണം, പാസീവ് വോയിസ് എഴുതണം, ഈസ് അല്ലെങ്കിൽ ആമിലേക്ക് എഴുതണം, വെർബ് എഴുതണം, വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. ഓക്കെ, ദേ ടീച്ച് മീ ഇംഗ്ലീഷ്. ഇതിനകത്ത് ഓബ്ജക്റ്റ് ഏതാണെന്ന് പറയാമോ ശ്രീലക്ഷ്മി? ടീച്ച്. അപ്പൊ വെർബ് ഏതാണ്? അല്ല, ടീച്ചല്ല, ടീച്ച് വെർബ്, ഒബ്ജക്റ്റ് ഇംഗ്ലീഷ്. ഓബ്ജക്റ്റ് ഇംഗ്ലീഷ്. അവിടെ നിന്നിട്ട് കുഞ്ഞു ശ്രീലക്ഷ്മി പറയണു ഇംഗ്ലീഷ് ആണ് ഓബ്ജക്റ്റ്. കുഞ്ഞിന് എന്ത് തോന്നുന്നു? ആണ് സർ, ഇംഗ്ലീഷ്. ഓക്കെ ഓക്കെ. നാൻസി എന്ത് തോന്നുന്നു? യെസ്. സുധി SMS എന്ത് തോന്നുന്നു? ടീച്ചർ. അപ്പൊ വെർബ് ഏതാണ്? പ്രവൃത്തി ഏതാണ്? ആക്ഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ വാട്ടെന്ന് ചോദിക്കുമ്പോ എന്തിനോടാണ് ചോദിക്കേണ്ടത്? വെർബിനോടാണ് ചോദ്യം ചോദിക്കേണ്ടത്. വെർബ് എന്ന് പറഞ്ഞാല് വെർബ് ടീച്ചറാണ്. ആ, വെർബ് ടീച്ചർ. ഓക്കെ, ശ്രദ്ധിക്കുക. They teach me English. അവർ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. ഓക്കെ, they teach. അപ്പൊ ദേ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, ടീച്ച് എന്ന് പറഞ്ഞ വെർബ്. ആ വെർബിനോടാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. രണ്ട് ക്വസ്റ്റ്യൻസ്. എന്ത് പഠിപ്പിക്കുന്നു? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് എന്റെ ഓബ്ജക്റ്റ് ആയിട്ട് കിട്ടിയാലോ? യെസ്. ഇനി വേറെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചേ, ആരെ പഠിപ്പിക്കുന്നു? എന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്ത് രണ്ട് ഓബ്ജക്റ്റ് കിടക്കുന്നു. ഇംഗ്ലീഷ് ഇതിനകത്ത് ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, മീ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നു. രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട്. ഞാൻ ശ്രീലക്ഷ്മി ഇതിനകത്ത് രണ്ട് ഓബ്ജക്റ്റ് ഉണ്ടെന്ന് പറയും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പന്ത് ശ്രീലക്ഷ്മിയുടെ കോർട്ടിലേക്ക് വിട്ടത്. യെസ്, ഓക്കെ. പിടിയില്ലേ? അപ്പൊ ഇത് രണ്ട് രീതിയിൽ എഴുതാവുന്നതാണ്. മനസ്സിലായി? ഒരു രീതിയിലല്ല, ഇത് രണ്ട് രീതിയിൽ എഴുതുക. കാരണം ഇത് രണ്ട് ഓബ്ജക്റ്റ്. കുമ്മിനും ആൻസർ ഉണ്ട്, വാട്ടറിനും ആൻസർ ഉണ്ട്. ഓക്കെ. ഹി ടീച്ചേഴ്സ് മീ ഇംഗ്ലീഷ്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കി നമുക്കിനി ഇത് നമുക്കൊന്ന് അലകും പിടിയൊക്കെ തിരിച്ചിട്ടൊന്ന് റെഡിയാക്കാം. ഓക്കെ, ശ്രീലക്ഷ്മി യു കം വിത്ത് മീ. ഓക്കെ, അപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞു ഇതിന്റെ അകത്ത് ഇംഗ്ലീഷ് ആണ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം ഓബ്ജക്റ്റ് നമ്മൾ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഓബ്ജക്റ്റ് കിട്ടി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആണ്. അപ്പൊ അതിനകത്ത് ഇത് വേണം, ഇംഗ്ലീഷ് ഈസ്. ഇംഗ്ലീഷ് ഈസ്. ഇനി ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ടോട്ട്. ഇംഗ്ലീഷ് ഈസ് ടോട്ട്. പിന്നെ ഇതിനകത്ത് ബാലൻസ് നിൽക്കുന്ന വേറെ സാധനമുണ്ട്.
മീ ഉണ്ട്, അതും കൂടി ഇങ്ങനെ എഴുതാം. എന്താണ്? ഇംഗ്ലീഷ് ഈസ് ടോട്ട് മീ. അത്രയും വരെ വേണ്ട. ഇനി ദേ എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താക്കുന്നു പറഞ്ഞിട്ടുണ്ട്? ദമ്മാക്കണം. പിന്നെ തൊട്ട് മുന്നിൽ ബൈയും കൂടി ചേർക്കുമ്പോൾ ബൈദം. പിന്നെ കറക്റ്റ് ആൻസർ എന്താണ്? ഇംഗ്ലീഷ് ഈസ് ടോട്ട് മീ ബൈ ദം. അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇംഗ്ലീഷ് ഈസ് ടോട്ട്. മീ അതായത് മീ വിട്ടുപോയി, വാക്കുകൾ വിട്ടുപോകരുത്. മീ. യെസ്. ഇനി രണ്ടാമത്തെ രീതി നമുക്ക് നോക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഒബ്ജക്റ്റുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അല്ല നമ്മൾ ഇംഗ്ലീഷ് വെച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മീ വെച്ചിട്ട് നമ്മൾ താല്പര്യം. ആരെ പഠിപ്പിക്കുന്നു? എന്റെ, മീ. അപ്പൊ ആ മീ ഈസ് എന്ന് പറഞ്ഞ് വരൂല്ലേ? അപ്പൊ മീ എന്നാണെങ്കിൽ എന്താക്കി മാറ്റണം? ഐ എന്നാക്കി നമുക്ക് മാറ്റണം. ആ മീ എന്നുള്ള സബ്ജക്റ്റ് ആക്കുമ്പോൾ എന്താക്കി മാറ്റണം? ഐ. അതിന്റെ കൂടെ അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. മീ എന്നാണ് ഒബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഐ എഴുതി. ഐയുടെ കൂടെ ഈസ് വരും, ആകും വരും, അയാ. പിന്നെ എന്ത് വേണം? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടീച്ചിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട്. ഐ ആം ടോട്ട്. പിന്നെ അതിനകത്ത് ബാലൻസ് ചെയ്യുന്ന ഇംഗ്ലീഷാണ്, അതും കൂടി കൊടുക്കണം. ഐ ആം ടോട്ട് ഇംഗ്ലീഷ് ബൈ ദം. ഐ ആം ടോട്ട് ഇംഗ്ലീഷ് ബൈ ദം. ഓക്കെ, ആർക്കെങ്കിലും സംശയമുണ്ട്? ഞാൻ ഈ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കാം, ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഇപ്പൊ ഞാൻ പറയാവുന്ന എല്ലാ വാചകത്തിന്റെയും സിമ്പിൾ പ്രസന്റ് ആണ് ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഓബ്ജക്റ്റിന്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആദ്യം എടുക്കുക, വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. യെസ്, കറക്റ്റ്. ഇനി ഐ എന്നുള്ളത് മീയാക്കുക, യു എന്നുള്ളത് യു മതി, ദേ എന്നുള്ളത് ദമ്മാക്കുക, ബി എന്നുള്ളത് അസാക്കുക, ഹി എന്നുള്ളത് ഹിമ്മാക്കുക, ഷി എന്നുള്ളത് കേറാക്കുക. യെസ്, ഓക്കെ. ഇനി അടുത്തൊരു വാചകം ഞാൻ പറയാം. എനിക്ക് ഹി teaches, TEACHES. He teaches her English. ഒന്നുകൂടെ പറയാം. He teaches, TEACHES, teaches her English. ഓക്കെ, അപ്പൊ സുധി SMS. സുധി, യെസ് സർ. ഇതിന്റെ അർത്ഥം പിടി കിട്ടിയല്ലോ? മനസ്സിലായി സർ. ഇതിന്റെ അകത്ത് ഓബ്ജക്റ്റ് ഏതാണെന്ന് പറയാമോ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വെച്ച് കൊച്ചിനെ പിടിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. കുഞ്ഞു വഴക്കാ സർ. നോ പ്രോബ്ലം. യെസ്, ഹലോ സർ. പറഞ്ഞു. English is taught. Taught. He teaches her English, sir. Team. ഓക്കെ, ഞാൻ പറയാം. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. English is taught by him.
അപ്പൊ അതിനകത്ത് ഹെയർ എന്ന് പറഞ്ഞ വാക്ക് വിട്ടുപോയല്ലോ. ഹെയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ ഒരു വാക്ക് വിട്ടുപോകരുത്. ഒന്നിലേക്ക് ആ വാക്ക് അല്ലെങ്കിൽ പകരമുള്ള വേറെ വാക്കിനകത്ത് വന്നേക്കും. Okay. English is taught here by him. English is Taught here by him. Okay. Yes. Nancy, എന്താ പറഞ്ഞേ? Nancy. yes sir. പറഞ്ഞോളൂ, എന്താ പറഞ്ഞത്? ടീച്ചിങ് ഉള്ളതാണ് വെർബ്. ഹെർ ഒബ്ജക്റ്റ് അല്ലേ? ഹെയർ ഒബ്ജക്റ്റ്. അപ്പൊ ഇതിനകത്ത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് അർത്ഥം. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കാൻ പോയിരുന്നു, ഇപ്പൊ താൻസിയുടെ പറഞ്ഞത് എത്ര ഒബ്ജക്റ്റ് ഉണ്ട്? രണ്ട് ഒബ്ജക്റ്റ് നമുക്ക് ഇതിനകത്ത് കാണാം. ഹെയർ എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. ആരെ പഠിപ്പിക്കുന്നു? അവളെ പഠിപ്പിക്കുന്നു. ഒബ്ജക്റ്റ് അല്ലേ? ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അവളെ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഹെയർ എന്നുള്ളത്, അപ്പൊ ഇംഗ്ലീഷ് എന്നുള്ളത് ഒബ്ജക്റ്റ് തന്നെയാണ്. ഇംഗ്ലീഷ് വെച്ചപ്പോ ശ്രുതി പറഞ്ഞു. ഇനി ഹെയർ വരുന്ന ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെന്റൻസ് പാസീവ് ഹെയർ. അപ്പൊ ശ്രദ്ധിക്കണം, ഹെയർ എന്നുള്ളത് നമ്മൾ സബ്ജക്റ്റ് ആക്കുമ്പോ എന്ത് വരും? ഷീന്ന് മാറ്റണം. ഹെയർ ആണ് ഒബ്ജക്റ്റ്, പക്ഷെ അത് ഇങ്ങോട്ട് എടുക്കുമ്പോ എന്താക്കണം? ഷീന്നാണ്. ഷീ പറഞ്ഞോളൂ. ഒബ്ജക്റ്റ് കിട്ടി ഷീ. പിന്നെ ഈസലയിലാവുമ്പോൾ ആറ് എന്ത് വരും? താൻസിയ. Taught English by him. അല്ലേ? ഓക്കെ, കറക്റ്റ് ആൻസർ. She is taught English by him. അങ്ങനെയും അത് എഴുതാം. യെസ്. അപ്പൊ എങ്ങനെയാണ് പാസീവ് വോയിസ് എഴുതേണ്ടത് എന്ന് മാത്രമേ ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എഴുതുന്നു. ഓക്കെ, അതിന്റെ ബേസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ദിവസം നമുക്ക് ഈ സിമ്പിൾ പ്രസന്റിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം പാസീവ് വോയിസിനെ കുറിച്ച്. ഓക്കെ, ഇപ്പൊ ഞാൻ വളരെ എളുപ്പമുള്ള വാചകങ്ങളാണ് പറഞ്ഞത്. നമുക്ക് ഇതല്ല, ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. യെസ്. യെസ്. അപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എ ആൻഡ് എൻ അതിൽ വരുന്ന ചോദ്യങ്ങളായിരിക്കണം വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് മുഴുവനായിട്ട് നമ്മൾ ചോദിച്ചില്ല, കുറച്ച് ചോദിച്ചിട്ട് സമയം പോയി കഴിഞ്ഞപ്പോൾ നമ്മളത് നിർത്തി. അതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അത് ഞാൻ പോയിന്റ് ഒന്നും രേഖപ്പെടുത്തുന്നില്ല, അതാണ് ചോദിച്ച് അവസാനിപ്പിക്കുക. യെസ്, ചോദ്യം ഇതാണ് അടുത്തത്. Money, M-O-N-E-Y, money lend at an interest. Money lend at an interest. അതിന് പറഞ്ഞ പേരെന്താണ്? ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ലോൺ. LON. തൻസിയ, സുധി, കറക്റ്റ് ആൻസർ. ലോൺ. അന്നിമി, കറക്റ്റ് ആൻസർ. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ ലോൺ? യെസ്. ഓക്കെ സുധി. ചോദ്യം ഇതാണ് അടുത്തത്. ലക്ഷറി വെഹിക്കിൾ. ലക്ഷറി വെഹിക്കിൾ ഫോർ ട്രാവലിംഗ് ആൻഡ് ലിവിംഗ്. ലക്ഷറി വെഹിക്കിൾ ഫോർ ട്രാവലിംഗ് ആൻഡ് ലിവിംഗ്.
ഓക്കെ സുധി ഞാൻ കറക്റ്റ്. നിമ്മി പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ പറയാൻ പോയത് അതിന് തൊട്ട് മുന്നില് ഒരു വാക്കും കൂടി ഉണ്ട്, അതുകൊണ്ട് ചേർത്ത് പറയാൻ വാൻ പറഞ്ഞു കാരവാൻ. യെസ്, ഓക്കെ. താമസിക്കുകയും ചെയ്യാം, യാത്രയും ചെയ്യാം. യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, കാരവാൻ. അടുത്തത് ആൻ അഡ്മിറർ, ADMIRER, an admirer of a celebrity, an admirer of a celebrity. ഓക്കെ കുഞ്ഞു, കറക്റ്റ് ആൻസർ ആണ്. ഫാൻസ് നമ്മൾ പറയാറില്ലേ, അപ്പൊ അത് കറക്റ്റ് ആണ്, ഫാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് വെരി സിമ്പിൾ. One who studies or researches history. One who studies or researches history. Okay, Suzy, it's a correct answer. Historian. Historian കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ എന്ന് പറയാം, ഹിസ്റ്റോറിയൻ എന്ന് പറയാം. It's a correct answer, historian. Okay. Yes. A pure white, WHAT. A pure white aquatic bird. A pure white aquatic bird. Okay, Kunju, it's a correct answer. Surishmi, Tansia, Sudhi, Nimmi, it's a correct answer. Very good, very good, very good. അടുത്ത ആ സെക്ഷന്റെ ലാസ്റ്റ് ചോദ്യമാണ്, എ ചൈൽഡ് ഡിപ്രൈവ്ഡ് ഓഫ്, DEPRIVED, എ ചൈൽഡ് ഡിപ്രൈവ്ഡ് ഓഫ് പാരന്റ്സ്. Deprived of parents. A child deprived of parents. Deprived of ന്റെ അർത്ഥം പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു. ഇല്ലാത്തതായ, ഒഴിവാക്കപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം. Srishmi, you are right. It's a correct answer. The answer is often. Yes. അനാഥൻ നമ്മൾ പറയില്ലേ, ആ സംഗതി തന്നെ ഇത്, ഓഫൺ. യെസ്, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. യെസ്, ഇപ്പൊ എന്താണെന്ന് പറയാനായിട്ട് വൈകിയത്, ആൻസർ പറയാൻ ഒരു ചെറിയൊരു കാലതാമസം വന്നു. യെസ്, അപ്പൊ നമ്മൾ 9 പേരുള്ളത് കൊണ്ട് പോയിന്റ് രേഖപ്പെടുത്താണ്ട് ഞാൻ ചോദിക്കുന്ന അടുത്ത ചോദ്യം, ആ ചോദ്യത്തിന്റെ ഡിപ്രൈവ് മീൻസ് ഇല്ലാതാക്കപ്പെട്ട. യെസ്, അടുത്ത ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ H എന്നായിരിക്കും. പോളി H. ഓക്കെ സോറി. ഓക്കെ സുലക്ഷ്മി, എസ്, H എന്ന് പറയുന്ന വേർഡിൽ ആരംഭിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. ചോദ്യം നമ്പർ 1. Another word for hello. Another word for hello. Okay, Surishmi. Okay, Gunju. Okay, Sudhi. Nimmi. It's a correct answer. Another word for hello. That is hi എന്ന് പറയാം. Yes. Okay. അടുത്തത് a sound, SOUND. A sound that snakes, SNAKES, snakes make. അതല്ല സുലക്ഷ്മി, a sound, Nimmi okay, Sudhi okay, Kunju okay,
ശ്രീലക്ഷ്മി ഓക്കെ. യെസ്, ആ സൗണ്ട് ഏതാണ്? ഹിസ് എന്നുള്ള സൗണ്ടാണ്. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കറക്റ്റ് ആണ്. യെസ്, അടുത്തത് ഒരു ഡാഷ് ആണ്. അത് ഞാൻ ഡാഷ് ഇട്ട സ്ഥലത്ത് പൂരിപ്പിച്ചാൽ മതി. ഡാഷ് പോട്ടർ, POTT, ഡാഷ് പോട്ടർ. ആ ഓക്കെ, സുധി കുഞ്ഞു കറക്റ്റ് ആണ്. ദാൻസിയ കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ഹാരി പോട്ടർ ഓക്കെ. നിമ്മി കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A square piece of cloth. A square piece of cloth used to blow nose, NOSE. Used to blow nose. അതല്ലേ ആൻസർ? ചോദ്യം അവിടെ നിന്ന് മാറി. ആ ഓക്കെ കുഞ്ഞു, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ഓക്കെ ആൻസിയ, കറക്റ്റ് ആൻസർ. യെസ്, കറക്റ്റ്. ആ ഓക്കെ ഓക്കെ, സിമ്പിൾ അല്ലേ. എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത്, ചതുരാകൃതിയിലുള്ള ക്ലോത്ത്, യൂസ്ഡ് ടു ബ്ലോ നോസ്, മൂക്ക് തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് കോൾഡ് ഹാൻകർചീഫ്. ഓക്കെ ഓക്കെ ഓക്കെ, നിമ്മി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഓഫ് സാലഡ്. ഓപ്പോസിറ്റ് ഓഫ് സാലഡ്. ഓക്കെ നിമ്മി, ശ്രീലക്ഷ്മി, ആൻസിയ, കുഞ്ഞു കറക്റ്റ് ആൻസർ ആണ്. ഓപ്പോസിറ്റ് ഓഫ് സാഡ്, ദുഃഖം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഹാപ്പി, HAPPY, ഹാപ്പി. അതാണ് ദുഃഖത്തിന്റെ ഓപ്പോസിറ്റ്. അടുത്ത എ ഷേപ്പ്, SHAPE, എ ഷേപ്പ് which represents love. A shape which represents love. Okay, കറക്റ്റ് ആണ്. ആൻസിയ, സുധി, നിമ്മി കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, എ ഷേപ്പ് that represents love, that is called heart. HEART, shape of heart. Yes, something split into two, TWO2. Something split into two. Oh, split into two, TWO2. Ah, okay, Sudhi, okay, Hira, characters are. Kunju, half. പകുതി. യെസ്, അപ്പം H വന്നില്ലേ? ആ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സോങ്ങിന്റെ ശ്രീലക്ഷ്മി വരുമ്പോ അത് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. പാട്ട് പാടിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായല്ലേ. യെസ്, ശ്രീലക്ഷ്മിയാണ്. ഓക്കെ 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 ഓക്കെ. ഇന്നാരും പാടുന്നില്ല, 2 മിനിറ്റ് ബാലൻസ് ഉണ്ട്. 2 മിനിറ്റ് ബാലൻസ് ഉണ്ട്. ഇത് ആരാണ് റെഡിയാവാൻ പറഞ്ഞു? ഇന്നാരുമില്ല അല്ലേ? അപ്പോ 2 മിനിറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ അവരുടെ കയ്യിലിരിക്കുന്ന സാധനം. ഡാൻസ് ചെയ്യാൻ നാളെ ഉള്ളൂ, കുഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിലേ ഉള്ളൂ. യെസ്, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് ശ്രീലക്ഷ്മി ഇത് ഓർമ്മിപ്പിച്ചാൽ മതി. രാവിലെ തുടങ്ങുമെന്ന് ഓർമ്മിപ്പിച്ചാൽ നമുക്ക് പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് അതിനും കൂടി ആ സമയം കണ്ടെത്തിക്കണം. നമ്മളിപ്പോ ഇത്ര സമയം പറഞ്ഞു, ഇത്ര സമയം എടുക്കും. ഐ വിൽ സിംഗ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് എന്നാണ് കുഞ്ഞു പറഞ്ഞിരുന്നത്. ഓക്കെ, അത് തന്നെയാണ് നിമ്മിയുടെ അഭിപ്രായം. യെസ് നിമ്മി, വെരി ഗുഡ് വെരി ഗുഡ്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.